സഖാക്കളെ, ഈ പരിപാടി ശ്രദ്ധിക്കുന്ന എല്ലാവരെയും സ്നേഹപൂർവ്വം അഭിവാദ്യം ചെയ്യുന്നു. തെരഞ്ഞെടുപ്പ് സംബന്ധമായി സഖാവ് ഗിരീഷ് പറഞ്ഞ കാര്യങ്ങളുടെ തുടർച്ചയായിട്ട് ഇടുക്കി മണ്ഡലവുമായി ബന്ധപ്പെട്ട തെരഞ്ഞെടുപ്പ് വിഷയങ്ങളാണ് കൈകാര്യം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇടുക്കി മണ്ഡലവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളും പൊതുവായ പ്രശ്നങ്ങളും നമുക്ക് പരാമർശിച്ചുകൊണ്ട് നമുക്ക് ഇത് തുടങ്ങാം. 2025 ഇന്ത്യ രാജ്യത്ത് RSS രൂപം കൊണ്ടതിൻ്റെ 100ാമത് വാർഷികം ആരംഭിക്കുന്നതിന് മുന്നൊരുക്കം എന്ന നിലയിലാണ് ഈ തെരഞ്ഞെടുപ്പിനെ BJP കാണുന്നത്. ഈ തെരഞ്ഞെടുപ്പിലെ വിഷയം നിർണ്ണയിക്കാൻ വേണ്ടിയിട്ടാണ് രാമക്ഷേത്രത്തിൻ്റെ പ്രതിഷ്ഠ നടത്തിയത്. പണി തീരാത്ത രാമക്ഷേത്രത്തിന് പ്രതിഷ്ഠ പ്രധാനമന്ത്രി നടത്തുമ്പോൾ അതിനെ കേന്ദ്രീകരിച്ചുള്ള ഒരു വർഗീയ ധ്രുവീകരണം നടത്തുക എന്നത് തന്നെയാണ് BJP ലക്ഷ്യം വെച്ചത്. രാജ്യത്താകമാനം അതൊരു വലിയൊരു സംഭവമാകുന്ന രീതിയിൽ ആണ് അവർ കൈകാര്യം ചെയ്തത്. സ്കൂളുകൾക്കെല്ലാം അവധി കൊടുത്തുകൊണ്ട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഒക്കെ പ്രവർത്തനരഹിതമാക്കി, സർക്കാർ ആഫീസുകൾ ഇല്ലാതാക്കി, എല്ലായിടത്തും മെഴുകുതിരി കത്തിച്ചു വയ്ക്കണം. അങ്ങനെ ഒട്ടേറെ കോലാഹലങ്ങൾ നടത്തി ആഘോഷപൂർവ്വമാണ് അവർ ആ പ്രതിഷ്ഠാ ചടങ്ങ് നടത്തിയത്. RSSൻ്റെ തീവ്രവാദ ഗ്രൂപ്പുകൾ അതിന് അകമ്പടി സേവിച്ചുകൊണ്ട് വടക്കേന്ത്യയിൽ ആകമാനം മുസ്ലിം ദേവാലയങ്ങളും അവരുടെ കോളനികളും ആക്രമിച്ചു. ക്രിസ്ത്യൻ ദേവാലയങ്ങളുടെ മട്ടുപ്പാവിൽ കുരിശിന് പകരം കുരിശിൻ്റെ സ്ഥാനത്ത് കാവിക്കൊടി പറത്തി അങ്ങനെ വർഗീയ ധ്രുവീകരണത്തിൻ്റെ വലിയൊരു അന്തരീക്ഷം തീർക്കാനാണ് ശ്രമിച്ചത്. പക്ഷേ പിന്നീട് നടന്ന സംഭവ വികാസങ്ങൾ അവരുടെ വർഗീയ ധ്രുവീകരണ സ്വപ്നങ്ങളെ തച്ചു തകർക്കുന്നതായിരുന്നു. അത് നമ്മൾ ഒന്ന് ചർച്ച ചെയ്യേണ്ടത് ആവശ്യമാണ് എന്നെനിക്ക് തോന്നുന്നു. ഈ കാലഘട്ടത്തിൽ നടന്ന ഏറ്റവും പ്രധാനപ്പെട്ട ശ്രദ്ധാർഹമായ ഒരു സംഭവമാണ് ഡൽഹിയിലെ കർഷക സമരം. ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് നടന്ന സമരത്തിൽ മോദി സർക്കാർ നൽകിയ ഉറപ്പുകൾ പാലിക്കാത്തതിൽ പ്രതിഷേധിച്ചുകൊണ്ട് തറവില നിശ്ചയിക്കുന്നതിൽ സ്വാമിനാഥൻ കമ്മീഷന്റെ ശുപാർശകൾ നടപ്പാക്കുമെന്നുള്ള വാക്ക് പാലിക്കാത്തതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് 10,000-കണക്കിന് കൃഷിക്കാർ ഡൽഹിയിലേക്ക് മാർച്ച് ചെയ്തത്. ആ സമരത്തെ ശത്രു രാജ്യത്തോടെന്ന വണ്ണം യുദ്ധസമാനമായ ഒരുക്കങ്ങൾ നടത്തിക്കൊണ്ടാണ് BJP ഗവൺമെൻറ് നേരിട്ടത്. ആ സമരം സ്വാഭാവികമായിട്ടും ഡൽഹിയിലും ഉത്തരേന്ത്യയിലും ആകമാനം ചർച്ചാ വിഷയമായി വാർത്താ പ്രാധാന്യം നേടി. അയോധ്യ പ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട ആ ചർച്ചകളും ധ്രുവീകരണ പ്രക്രിയകളും പുറകോട്ടടിക്കുന്ന സ്ഥിതി വന്നു. മറ്റൊരു പ്രധാനപ്പെട്ട സംഭവം ഇലക്ട്രൽ ബോണ്ടുമായിട്ട് ബന്ധപ്പെട്ടത് പറഞ്ഞു പോകാമെന്ന് വിചാരിക്കുന്നു. ഇന്ത്യ രാജ്യം കണ്ടിട്ടുള്ളതിലേക്കും വെച്ച് ഏറ്റവും വലിയ അഴിമതിയായിട്ട് അത് വന്നു. CPIM-ഉം അസോസിയേഷൻ ഓഫ് ഡെമോക്രാറ്റിക് റീഫോം എന്ന സംഘടനയും ചേർന്ന് നടത്തിയ പോരാട്ടത്തിൻ്റെ വിജയമായിരുന്നു അത്. ഫെബ്രുവരി 15-ന് സുപ്രീം കോടതി വിധിച്ചു, മാർച്ച് 6-നകം പൂർണ്ണ വിവരങ്ങൾ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ കൈമാറണം എന്ന്. പക്ഷേ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എടുത്ത നിലപാട് ജൂൺ 30 വരെ സാവകാശം വേണം എന്നതായിരുന്നു. സീതാറ യെച്ചൂരി കോടതി അലക്ഷ്യ ഹർജി നൽകി. SBIയുടെ ആവശ്യം സുപ്രീം കോടതി തള്ളി. മാർച്ച് 12-നകം വിവരങ്ങൾ കൈമാറണമെന്ന് ഉത്തരവ് പുറപ്പെടുവിച്ചു. ആ വിവരം കൈമാറിയപ്പോഴാണ് ഇത്രയും വലിയ അഴിമതിയാണ് ഇതുമായി ബന്ധപ്പെട്ട് നടന്നത് എന്ന് പൊതുസമൂഹം അറിയുന്നത്. BJPക്ക് മാത്രമായി 8,633 കോടി രൂപ ലഭിച്ചു. 2ാം സ്ഥാനം കോൺഗ്രസിന്, മറ്റ് കക്ഷികൾക്കെല്ലാം തുടർന്നുള്ള സ്ഥാനങ്ങൾ ലഭിച്ചു. ആയിരക്കണക്കിന് കോടി രൂപയുടെ അഴിമതിയാണ് കോർപ്പറേറ്റുകളുമായി ബന്ധപ്പെട്ട് നടന്നത്. ഇത് ഇന്ത്യ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ശ്രദ്ധയർഹിക്കുന്ന കാര്യമായി വലിയ ചർച്ചയ്ക്ക് വിധേയമായി. BJPക്ക് നാണക്കേടുണ്ടായി. പത്രമാധ്യമങ്ങൾ പരമാവധി BJPയെ രക്ഷിക്കാൻ ശ്രമിച്ചു. പത്രങ്ങളും മാധ്യമങ്ങളും ഈ അഴിമതി വെളിച്ചത്ത് കൊണ്ടുവരുന്നതിൽ CPIM-ഉം
അസോസിയേഷൻ ഓഫ് ഡെമോക്രാറ്റിക് റീഫോമും നടത്തിയ പങ്ക് മറച്ചുവെച്ചു. CPM-ഉം CPI-യുമാണ് ഇതിൽ പങ്കാളികളാകാത്തതിന് ഗുണഭോക്താക്കളാകാതെ വന്നത് എന്ന കാര്യം ബോധപൂർവം മറച്ചു. സീതാറാം യെച്ചൂരിയുടെ പോരാട്ടത്തെ സംബന്ധിച്ച് അവർ മൗനം പാലിച്ചു. എന്നാലും ഈ തെരഞ്ഞെടുപ്പ് വേളയിൽ പ്രധാനപ്പെട്ട ചർച്ചാ വിഷയമായി അത് മാറി. അടുത്ത പ്രശ്നം ഫെഡറലിസം നേരിടുന്ന വെല്ലുവിളിയാണ്. സംസ്ഥാനങ്ങളെ സാമ്പത്തിക ഉപരോധം നടത്തി ഒതുക്കിക്കളയാമെന്നുള്ള BJP ഗവൺമെന്റിന്റെ ധാർഷ്ട്യം നിറഞ്ഞ ഭരണഘടനാ വിരുദ്ധമായ നിലപാടാണത്. കേരളത്തിലെ ഇടതുപക്ഷ ഗവൺമെന്റിനെ മറ്റൊരു രീതിയിലും ED-യെ വിട്ടും മറ്റ് സംവിധാനങ്ങൾ ഉപയോഗിച്ചും മെരുക്കാമെന്നത് നടപ്പില്ല എന്ന് ബോധ്യം വന്നപ്പോഴാണ് ഈ നടപടി അവർ സ്വീകരിച്ചത്. കേന്ദ്ര വിഹിതം വെട്ടിക്കുറച്ചു, ഒട്ടേറെ കാര്യങ്ങളിൽ നികുതി വിഹിതം വെട്ടിക്കുറച്ചു, അങ്ങനെ ഒട്ടേറെ കാര്യങ്ങൾ. അതിനെതിരായിട്ട് അതിശക്തമായ പ്രക്ഷോഭമാണ് നടത്തിയത്. മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ മന്ത്രിസഭാംഗങ്ങൾ എല്ലാവരും ചേർന്ന് നവകേരള യാത്ര നടത്തിയ പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം ഇതായിരുന്നു. DYFIയുടെ മനുഷ്യച്ചങ്ങല കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ഉള്ള മനുഷ്യ ചങ്ങല ഇതിൻ്റെ ഒരു സന്ദേശമായിരുന്നു. അതുപോലെ നിയമസഭ ഏകകണ്ഠമായിട്ട് പ്രമേയം പാസാക്കി. ഡൽഹിയിൽ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ സമരം നടന്നു. ദേശീയ നേതാക്കൾ, മുഖ്യമന്ത്രിമാർ ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്തു. ഇന്ത്യയുടെ ചരിത്രത്തിൽ ഇത്രയും ശ്രദ്ധ ആകർഷിച്ച മറ്റൊരു സംഭവമില്ല. സുപ്രീം കോടതിയിൽ കേസ് നൽകി ഗവൺമെന്റ്. സുപ്രീം കോടതി ആ കേസ് പരിഗണനയ്ക്കെടുത്തു. കേരളത്തോടൊപ്പം തമിഴ്നാടും കർണാടകവും പശ്ചിമ ബംഗാളും ഇതേ പ്രശ്നങ്ങൾ ഉന്നയിച്ച് വിവിധ ഘട്ടത്തിൽ രംഗത്ത് വന്നു. അങ്ങനെ ഇന്ത്യ ആകെ ഫെഡറൽ സംവിധാനത്തിന്റെ ദൗർബല്യം അത് തകർക്കാൻ BJP നടത്തുന്ന ശ്രമങ്ങൾ ഈ തെരഞ്ഞെടുപ്പ് വേളയിൽ ചർച്ചയ്ക്ക് വിധേയമായി. സുപ്രീം കോടതി അത് ഭരണഘടനാ ബെഞ്ചിൽ വിട്ടു. ആ പ്രശ്നം അത് വിപുലമായ ചർച്ചയ്ക്ക് വിധേയമാകും. തെരഞ്ഞെടുപ്പ് വേളയിൽ BJPയുടെ വർഗീയ അജണ്ടയെ പിന്നോട്ട് തള്ളുന്നതിൽ ഈ സമരം, ഈ പ്രക്ഷോഭം, ഈ പ്രശ്നം വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. അടുത്ത പ്രശ്നം ചർച്ചയ്ക്ക് വിധേയമാക്കാനുള്ളത് സിറ്റിസൺഷിപ്പ് അമെൻമെന്റ് ആക്ട് ആണ്. 2019 പാസ്സാക്കിയതാണ്. തെരഞ്ഞെടുപ്പിന്റെ വേളയിൽ വിജ്ഞാപനം ചെയ്തു. ആ വിജ്ഞാപനം ചെയ്ത് വർഗീയ ധ്രുവീകരണം ലക്ഷ്യമാക്കിയാണ്. പക്ഷെ അതിശക്തമായി പൊതുസമൂഹം അതിനോട് പ്രതികരിച്ചു. CPI-യും ആ പ്രശ്നം ഏറ്റെടുത്ത് വിപുലമായ ചർച്ചയ്ക്ക് വിധേയമാക്കി. അത് കേരളത്തിൽ നടപ്പില്ല എന്ന് കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചു. അതിന്റെ ഭാഗമായി നടക്കുന്ന ജനസംഖ്യാ രജിസ്റ്റർ അത് കേരളത്തിൽ നടപ്പില്ല എന്ന് പ്രഖ്യാപിച്ചു. പക്ഷേ കോൺഗ്രസിന് നിലപാട് വ്യക്തമാക്കാൻ കഴിയാത്ത സാഹചര്യമുണ്ടായി. ഇതുവരെയും കോൺഗ്രസിന്റെ അഖിലേന്ത്യാ നേതൃത്വം നിലപാട് വ്യക്തമാക്കിയിട്ടില്ല. കേരളത്തിൽ വന്ന് അധികം ഒച്ചത്തിലല്ലാതെ പേർത്തും ചെറിയ സദസ്സുകളിൽ അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറയുന്നതിനപ്പുറം രാഹുൽ ഗാന്ധി പോലും കേരളത്തിൽ ഒരു പൊതുയോഗത്തിൽ ജാതിക്കും മതത്തിനൊന്നും സ്ഥാനമില്ല എന്ന് ചെറുതായിട്ട് പറഞ്ഞതല്ലാതെ അഖിലേന്ത്യാ നേതാവ് എന്ന നിലക്ക്, കോൺഗ്രസിന്റെ നയം എന്ന നിലയ്ക്ക് ഡൽഹിയിൽ പത്രസമ്മേളനം നടത്തി പ്രഖ്യാപിക്കാൻ അദ്ദേഹത്തിന് കഴിയാതെ പോയി. കോൺഗ്രസിന്റെ ഈ ഇരട്ടത്താപ്പ് ബില്ലിന്റെ അവതരണ വേളയിലും പ്രകടമായതാണ്. ബില്ലിന്റെ ആദ്യത്തെ ദിവസം ചർച്ചയിലെ ശശി തരൂർ ഈ ബില്ലിനെ എതിർത്താണ് സംസാരിച്ചത്. PK കുഞ്ഞാലിക്കുട്ടിയും എതിർപ്പ് പ്രകടിപ്പിച്ച് സംസാരിച്ചു. പക്ഷെ പിറ്റേ ദിവസമായപ്പോൾ AICC അറിയിപ്പ് വന്നു, എതിർക്കേണ്ടതില്ല, മിണ്ടണ്ട എന്ന് അറിയിപ്പ് വന്നു. പിന്നെ കമാന്നൊരക്ഷരം മിണ്ടിയിട്ടില്ല. വോട്ടെടുപ്പിന്റെ അവസരത്തിൽ കോൺഗ്രസിന്റെ മെമ്പർമാർ നിശബ്ദരായിട്ട് അവിടെ ഇരിക്കുകയായിരുന്നു. മുസ്ലിം ലീഗിന്റെ മെമ്പർമാർ രണ്ടുപേർ സൂത്രത്തിൽ ഇറങ്ങിപ്പോയി. എതിർപ്പുണ്ടോ എന്ന് സ്പീക്കർ ആരാഞ്ഞപ്പോൾ എതിർപ്പ് ശബ്ദവുമായി കേരളത്തിൽ നിന്ന് ഉയർന്നു വന്നത് AM ആരിഫിൻ്റെത് മാത്രമായിരുന്നു. ആ പശ്ചാത്തലത്തിൽ വിജ്ഞാപനം പുറപ്പെടുവിച്ചപ്പോൾ അത് വലിയൊരു ചർച്ചയ്ക്ക് വിധേയമായി. ഞാൻ സൂചിപ്പിച്ച 4 പ്രശ്നങ്ങൾ, കർഷക സമരം, ഇലക്ട്രൽ ബോണ്ടിന്റെ അഴിമതി, ഫെഡറലിസത്തെ കേന്ദ്രീകരിച്ചുള്ള സമരം, സിറ്റിസൺഷിപ്പ് അമെൻമെന്റ് ആക്ടുമായി ബന്ധപ്പെട്ട സമരം, ഈ 4 കാര്യങ്ങൾ BJPയുടെ വർഗീയ അജണ്ടയെ പിന്നോട്ട് തള്ളി രാജ്യത്തിൻ്റെ പ്രശ്നങ്ങൾ ചർച്ചാ വിഷയമാക്കുന്നതിൽ ഒരു പരിധിവരെ വിജയിച്ചിട്ടുണ്ട്. ഈ 4 പ്രശ്നങ്ങളും ഈ തെരഞ്ഞെടുപ്പ് വേളയിൽ ഉയർത്തിക്കൊണ്ടുവന്ന് ഇതിനൊരു രാഷ്ട്രീയ സമരമാക്കി
തെരഞ്ഞെടുപ്പിനെ മാറ്റിയത്. അതിൽ ഇടതുപക്ഷത്തിന് CPM-നുള്ള പങ്ക് അത് പ്രധാനമാണ്. 4 വിഷയങ്ങളും അതിൻ്റെ ശരിയായ അർത്ഥത്തിൽ ഉയർത്തിക്കൊണ്ടുവന്നത് CPIM ആണ് എന്ന് ശ്രദ്ധയിൽപ്പെടേണ്ട കാര്യമാണ്. പക്ഷേ ഈ പ്രശ്നത്തെ വടക്കേന്ത്യയിൽ വേണ്ട വിധം തെരഞ്ഞെടുപ്പിന് വേണ്ടി മുതലാക്കാൻ കോൺഗ്രസിന് കഴിയുന്നില്ല എന്നുള്ള ഒരു ദൗർബല്യമുണ്ട്. ഈ ഒരു പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടാണ് ഇടുക്കി ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചും ചില പരാമർശങ്ങൾ നടത്താൻ ഉദ്ദേശിക്കുന്നത്. ഇടുക്കിയിലും തെരഞ്ഞെടുപ്പ് ജനങ്ങളുടെ പ്രശ്നമാക്കി മാറ്റുന്നതിൽ LDF വലിയൊരളവ് വരെ വിജയിച്ചിട്ടുണ്ട്. തെരഞ്ഞെടുപ്പിൽ പ്രധാനമായിട്ടും 3 വിഷയങ്ങളാണ് ജനങ്ങൾക്ക് മുമ്പാകെ ചർച്ചയ്ക്ക് വിധേയമായത്. മറ്റ് പ്രാദേശികമായ, വർഗീയമായ, വിഭാഗീയമായ പ്രശ്നങ്ങൾ ഉയർത്തി തെരഞ്ഞെടുപ്പിനെ നേരിടുവാൻ UDF-ന്റെ സ്ഥാനാർത്ഥികൾ പലയിടത്ത് ശ്രമിക്കുമ്പോൾ ഇടുക്കി ജില്ലയിൽ ഇതൊരു രാഷ്ട്രീയ പ്രശ്നമാക്കി ആദ്യം മുതൽ ഉയർത്തുവാൻ ഇടതുപക്ഷം CPIM ശ്രദ്ധിച്ചിട്ടുണ്ട്. ഒന്നാമത്തെ പ്രശ്നം ഭൂപ്രശ്നവുമായി ബന്ധപ്പെട്ടാണ്. ഇടുക്കിയിൽ ഭൂപ്രശ്നം വൈകാരികമായ പ്രശ്നമാണ്. പട്ടയവും പട്ടയം ലഭിച്ച ഭൂമിയുമേലുള്ള അവകാശങ്ങളെ സംബന്ധിച്ചുള്ള പ്രശ്നങ്ങൾ നിലനിൽക്കുകയാണ്. പട്ടയം കൊടുക്കാനുള്ള തീരുമാനം എടുക്കുന്നത് 1960-കളിലാണ്. 1960-ൽ പട്ടം താണുപിള്ള മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ ഭൂവിനിയോഗ ബില്ല് പാസാക്കി. പിന്നീട് കോൺഗ്രസ് മുഖ്യമന്ത്രി R. ശങ്കർ 1964-ൽ ഇതിൻ്റെ ചട്ടങ്ങൾ വിജ്ഞാപനം ചെയ്തു. പിന്നീട് അതിന്മേൽ ഒരു അടുത്ത നടപടികൾ ഉണ്ടായത് 1993-ൽ കരുണാകരൻ മുഖ്യമന്ത്രി ആയിരുന്നപ്പോഴാണ്. ഈ ഘട്ടത്തിലെല്ലാം കോൺഗ്രസ് ആണ് ഭരണത്തിൽ എന്ന് ഓർക്കേണ്ടതുണ്ട്. ഈ കോൺഗ്രസ് ഭരണകൂടങ്ങൾ ഭൂവിനിയോഗ നിയമം ഉണ്ടാക്കിയപ്പോൾ അതിൽ എഴുതി ചേർത്ത വ്യവസ്ഥയാണ് പതിറ്റാണ്ടുകളായി ഇടുക്കി ജനതയെ വലച്ചുകൊണ്ടിരിക്കുന്നത്. ആ പട്ടയത്തിന്മേൽ എഴുതി വെച്ചത് പട്ടയം ലഭിക്കുന്ന ഭൂമി കൃഷിക്കും വീട് വയ്ക്കാനും മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ എന്നാണ് എഴുതി ചേർത്തത്. അതാണ് പ്രതിസന്ധി. അപ്പോൾ ഭൂവിനിയോഗവുമായി ബന്ധപ്പെട്ട നിയമനിർമ്മാണം നടത്തിയത് കോൺഗ്രസ് മുഖ്യമന്ത്രിമാരാണ്. അപ്പോൾ വീട് വെക്കാനും കൃഷിക്കുമല്ലാതെ മറ്റൊന്നിനും ഉപയോഗിച്ചുകൂടാ എന്ന വ്യവസ്ഥയിലാണ് അന്ന് നിയമം പാസ്സാക്കിയത്. പക്ഷേ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇടുക്കിയിൽ നടന്നിരുന്നു. കാരണം ജനങ്ങളുടെ ആവശ്യമാണ്. സ്കൂളുകൾ അവരുണ്ടാക്കി, ആരാധനാലയങ്ങൾ പടുതുയർത്തി, കച്ചവട കേന്ദ്രങ്ങൾ ഉണ്ടാക്കി, ആശുപത്രികൾ ഉണ്ടാക്കി. അതൊക്കെ അങ്ങനെ ഒരു വഴിക്ക് നടന്നുകൊണ്ടിരുന്നു. പക്ഷേ പ്രശ്നം രൂക്ഷമായത് മറ്റൊരു ഘട്ടത്തിലാണ്. മൂന്നാറിനടുത്ത് ചിന്നക്കനാൽ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരാൾ റിസോർട്ട് പണിതു. ആ റിസോർട്ട് പണിയുന്ന ആളുമായി കോൺഗ്രസിന്റെ നേതാക്കന്മാർക്ക് അഭിപ്രായ വ്യത്യാസമുണ്ടായി. സംഭാവനയായിട്ട് ബന്ധപ്പെട്ടാണ് എന്നൊക്കെയാണ് തോന്നുന്നത്. ആ കോൺഗ്രസ് നേതാക്കൾ ഹൈക്കോടതിയിൽ പരാതി നൽകി ചട്ടവിരുദ്ധമാണ് ഈ നിർമ്മാണം എന്ന്. അത് പരിഗണിച്ച കോടതി സ്വാഭാവികമായിട്ട് നിയമം നോക്കിയപ്പോൾ ശരിയാണ്, മൂന്നാർ മേഖലയിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തണം എന്ന് കോടതി വിധിച്ചു. പിന്നീട് ഏതാനും വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ബൈസൺ വാലി എന്ന് പറയുന്ന സ്ഥലത്ത് ഇതുപോലൊരു പ്രശ്നമുണ്ടായി. ആ പ്രശ്നത്തിലും ഇടപെട്ടത് കോൺഗ്രസിന്റെ ജില്ലാതലത്തിലുള്ള ഒരു നേതാവാണ്. ആ ജില്ലാതല നേതാവ് പ്രശ്നം രൂക്ഷമാക്കാൻ വേണ്ടി കോടതിയെ വീണ്ടും സമീപിച്ചു. ഹൈക്കോടതി സ്വാഭാവികമായിട്ടും വിധി പ്രസ്താവിച്ചു. മൂന്നാർ മേഖലയിൽ ഏർപ്പെടുത്തിയ നിർമ്മാണ നിയന്ത്രണം ഇടുക്കി ജില്ലയ്ക്ക് ആകെ ബാധകമാക്കിക്കൊണ്ട് ഹൈക്കോടതി വിധിച്ചു. കോടതിയിൽ ഇത് വാദിച്ചത് നിലവിൽ കോൺഗ്രസിന്റെ പ്രമുഖനായ ഒരു MLA ആയിരുന്നു കോൺഗ്രസിന് വേണ്ടി വാദിച്ചത് എന്നും ഓർക്കുക. പിന്നീട് 2016-ൽ പിണറായി വിജയൻ ഗവൺമെന്റ് അധികാരത്തിൽ വന്നപ്പോൾ ഈ ഹൈക്കോടതിയുടെ വിധിക്കെതിരായിട്ട് സുപ്രീം കോടതിയിൽ അപ്പീൽ നൽകിയപ്പോൾ ഗവൺമെന്റിനെതിരായിട്ട് അവിടെ വാദിക്കാനെത്തിയത് കോൺഗ്രസ് നേതാവ് P. ചിദംബരമായിരുന്നു. സുപ്രീം കോടതി ഇത് വാദം കേട്ടതിന് ശേഷം പറഞ്ഞു, നിങ്ങൾ കോടതി കയറി ഇറങ്ങി നടന്നിട്ട് കാര്യമില്ല, നിയമം എഴുതി വച്ചിരിക്കുന്ന അങ്ങനെയാണ്, അതുകൊണ്ട് നിയമനിർമ്മാണം പുതുതായിട്ട് നടത്തണം എന്ന് സുപ്രീം കോടതി നിരീക്ഷിച്ചു.
അതിൻ്റെ അടിസ്ഥാനത്തിൽ 2023 സെപ്റ്റംബർ 14 വർഷങ്ങൾ നീളുന്ന ചർച്ചയ്ക്കും അഭിപ്രായ സ്വരൂപണത്തിനുമൊക്കെ ശേഷം നിയമവിദഗ്ധരുമായിട്ടുള്ള ആലോചനയ്ക്ക് ശേഷം പുതിയ ഭൂവിനിയോഗ ബിൽ നിയമസഭ പാസാക്കി. പക്ഷേ ഇത്രയും കാലവും നിയമസഭ ഈ ഭൂവിനിയോഗ ബില്ല് പാസ്സാക്കണം എന്ന് സമരം ചെയ്തിരുന്ന കോൺഗ്രസ്സുകാർ, അതിനുവേണ്ടി ഹർത്താൽ നടത്തിയ കോൺഗ്രസ്സുകാർ നിയമം പാസ്സാക്കി കഴിഞ്ഞപ്പോൾ ആ നിയമത്തിനെതിരായിട്ട് ജനങ്ങളുടെ മുമ്പാകെ രംഗത്ത് വന്നു. ഈ കാലഘട്ടത്തിലൊന്നും ഏതെങ്കിലും മാധ്യമങ്ങളോ പത്രങ്ങളോ കോൺഗ്രസ്സുകാരുടെ കാലത്തുണ്ടാക്കിയ നിയമത്തിനെതിരായിട്ടാണ് നിങ്ങൾ സമരം നടത്തുന്നത് കോൺഗ്രസ്സുകാരോട് പറഞ്ഞില്ല, ജനങ്ങളോടും പറഞ്ഞില്ല. UDF ഇപ്പോൾ ചെയ്തിരിക്കുന്നത് ഏതാനും പരിസ്ഥിതി പ്രവർത്തകരെയോ സംഘടനക്കാരെയോ എല്ലാം കൂട്ടുപിടിച്ചുകൊണ്ട് ഗവർണർക്ക് പരാതി കൊടുത്തു. ഗവർണർ ആ നിയമം ഇപ്പോൾ 6 മാസമായി തടഞ്ഞു വെച്ചിരിക്കുകയാണ്. ഗവർണറുടെ സ്വഭാവം അതാണ്. ഇത് വലിയൊരു തെരഞ്ഞെടുപ്പ് വിഷയമായി ഉയർന്ന് വരികയാണ്. ഇടുക്കിയിലെ ജനങ്ങളെ സംബന്ധിച്ച് ഇത് വലിയൊരു വൈകാരിക പ്രശ്നമാണ്. രണ്ടാമത്തെ പ്രശ്നം വന്യമൃഗ ആക്രമണവുമായി ബന്ധപ്പെട്ടാണ്. ഇടുക്കി ജില്ലയിലും വയനാട്ടിലും ഒക്കെ ഉള്ള രൂക്ഷമായ പ്രശ്നമാണ്. പശ്ചിമഘട്ട പ്രദേശങ്ങളിലെ എല്ലാ സംസ്ഥാനങ്ങളും ഏറെയും കുറഞ്ഞും അഭിമുഖീകരിക്കുന്നുണ്ട്. ആനയും കടുവയും പുലിയും കാട്ടുപോത്തുമൊക്കെ വനാതിർത്തി വിട്ട് നാട്ടിലേക്ക് ഇറങ്ങുകയാണ്. വനത്തിനുള്ളിൽ മൃഗങ്ങളുടെ വാഹിക ശേഷിയേക്കാൾ കൂടുതൽ എണ്ണം മൃഗങ്ങളായി കഴിഞ്ഞു. ഇരയും ഇരപിടുത്തക്കാരും തമ്മിലുള്ള അനുവാദം പ്രശ്നമായി തെറ്റുന്നു. കുടിവെള്ളവും തീറ്റയും ആവശ്യത്തിന് ലഭിക്കാതിരുന്ന സ്ഥിതിയപ്പോൾ സ്വാഭാവികമായിട്ടും മൃഗങ്ങൾ നാട്ടിലേക്ക് ഇറങ്ങും. ഈ നാട്ടിലേക്ക് ഇറങ്ങുമ്പോൾ ഇത് വലിയൊരു തെരഞ്ഞെടുപ്പ് വിഷയമാക്കാൻ UDF ഒരുങ്ങി. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് എത്തിയപ്പോഴേക്കും ആനയുടെ ചവിട്ടേറ്റ് ഒരു സ്ത്രീ മരിക്കുന്ന സംഭവം ഉണ്ടായി. ആ സ്ത്രീയുടെ മൃതദേഹം കോതമംഗലത്ത് താലൂക്ക് ആശുപത്രിയിൽ ഇൻക്വസ്റ്റിന് വേണ്ടിയിട്ടും മറ്റ് അനന്തര നടപടികൾക്കും വേണ്ടിയിട്ട് സൂക്ഷിച്ചിരിക്കുകയായിരുന്നു. മൃതദേഹം കാണാനെന്ന വ്യാജേന ഇടുക്കിയിലെ MP-യും മറ്റ് കോൺഗ്രസ് നേതാക്കന്മാരും മുറിക്കുള്ളിൽ പ്രവേശിക്കുകയും അവിടുത്തെ പോലീസുകാരെയും നഴ്സുമാരെയും തള്ളി മാറ്റി മൃതദേഹം എടുത്തുകൊണ്ട് പുറത്തേക്ക് വന്ന് റോഡിലൂടെ കൊണ്ടുവന്ന് റോഡിൽ മൃതദേഹം വെച്ചുകൊണ്ട് സമരം ചെയ്തു. ഇടുക്കി ജില്ലയിലെ ജനങ്ങളുടെ അവകാശ സംരക്ഷണത്തിന് വേണ്ടി ഇടുക്കിയിലെ MP ഇതാ ജനകീയ സമരം നയിക്കുന്നു എന്ന ഭാവത്തിലാണ് ഈ വളരെ മോശമായ ഈ പ്രവർത്തനം നടത്തിയത്. ഈ 5 വർഷത്തിനിടയിൽ 15 പേർ വന്യമൃഗത്തിന്റെ ആക്രമണത്തിൽ ഇടുക്കി ജില്ലയിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട്. ബാക്കി 14 പേർ മരിച്ചപ്പോഴും അതിൽ ഒരു വീട്ടിൽ പോലും പോകാത്ത MP-യാണ് ഈ 15ാമത്തെ കേസിൽ തെരഞ്ഞെടുപ്പ് വേളയിൽ രംഗത്ത് വന്നത് എന്ന് ശ്രദ്ധിക്കണം. ഇത് വരുമ്പോഴും വന്യമൃഗത്തിന്റെ കാര്യങ്ങൾ വലിയൊരു വിഷയമാക്കി വയനാട്ടിലും ഇടുക്കി ജില്ലയിലും ആകമാനം തെരഞ്ഞെടുപ്പ് വിഷയമാക്കി ഉയർത്തുവാൻ കോൺഗ്രസും UDF-ഉം മറ്റു നിക്ഷിപ്ത താല്പര്യക്കാരും ശ്രമിക്കുമ്പോൾ അവർ ജനങ്ങളോട് പറയാൻ മറച്ചു വെക്കുന്ന ചില കാര്യങ്ങളുണ്ട്. അങ്ങനെ മറച്ചു വെക്കുന്നത് ഇതിന്റെ മുഴുവൻ ഉത്തരവാദിത്വവും പിണറായി വിജയൻ ഗവൺമെന്റിനാണ് എന്ന് വരുത്താൻ വേണ്ടിയിട്ടാണ്, വനം വകുപ്പിനാണ് എന്ന് വരുത്താനാണ്. വനം വകുപ്പ് മന്ത്രി രാജിവെച്ചാൽ തീർന്ന പ്രശ്നമാണ് എന്ന രീതിയിൽ ഉയർത്തുന്നു. യഥാർത്ഥ പ്രശ്നം 1972 ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രിയായിരുന്ന കാലത്ത് നടപ്പാക്കിയ വന്യമൃഗ സംരക്ഷണ നിയമമാണ്. 252 അനുച്ഛേദ പ്രകാരമാണ് ആ നിയമം ഉണ്ടാക്കിയത്. സംസ്ഥാന ഗവൺമെന്റുകൾക്ക് അതിൽ ഭേദഗതി നടത്താൻ പറ്റില്ല എന്നും നമ്മൾ അറിയണം. 1973 കടുവാ സംരക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള നിയമം ഉണ്ടാക്കി. 1980 വീണ്ടും ശ്രീമതി ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് വനസംരക്ഷണ നിയമം ഉണ്ടാക്കി. 1986 രാജീവ് ഗാന്ധിയുടെ കാലത്ത് പരിസ്ഥിതി സംരക്ഷണ നിയമം ഉണ്ടാക്കി. കോൺഗ്രസ് നേതാവ് ജയറാം രമേശ് മന്ത്രിയായിരുന്നപ്പോൾ വനവിസ്തൃതി വർദ്ധിപ്പിക്കാനായി കൊണ്ടുവന്ന ബഫർ സോൺ നിയമമുണ്ട്. 2010 മൻമോഹൻ സിംഗ് ആനയെ ദേശീയ പൈതൃക മൃഗമായി പ്രഖ്യാപിച്ചു. ഈ നിയമങ്ങളുടെ എല്ലാം പശ്ചാത്തലത്തിലാണ് കേരളത്തിൽ ഒരു മൃഗത്തെയും കൈകാര്യം ചെയ്യാൻ കഴിയാത്ത രീതിയിൽ വരിഞ്ഞു മുറുക്കപ്പെട്ടത്. വന്യമൃഗങ്ങളെ ഒന്നിനെയും കൊല്ലാൻ പാടില്ല, പട്ടിശല്യങ്ങളെ പട്ടിയെ കൊല്ലാൻ പാടില്ല, കാട്ടുപന്നിയെ കൊല്ലാൻ പാടില്ല. ഇതൊക്കെ ഭയങ്കരമായ നിയന്ത്രണത്തിന് വിധേയമാണ്. കോൺഗ്രസ്സുകാർ പറയുന്നു വന്യമൃഗത്തെ കൊല്ലാൻ വൈൽഡ് ലൈഫ് വാർഡന്
അധികാരമുണ്ടല്ലോ, നിയമത്തിൽ ഉണ്ട്. ചീഫ് വൈൽഡ് ലൈഫ് വാർഡന് അധികാരമുണ്ട്. ആ അധികാരം പുറപ്പെടുവിക്കുന്നതിന് മുമ്പ് പാലിക്കേണ്ട വ്യവസ്ഥകളെ സംബന്ധിച്ച് മൗനം പാലിക്കുകയാണ് ഇവര്. വന്യജീവികളെ തടവിൽ പാർപ്പിക്കാനോ മയക്കുവെടി വെക്കുന്നതിനോ സാധ്യമല്ല എന്ന് ചീഫ് വൈൽഡ് ലൈഫ് വാർഡന് ഉത്തമ ബോധ്യം ഉണ്ടാവണം. അത് തെളിയിക്കാൻ കഴിയണം. അതൊക്കെ തെളിയിച്ചു വരുമ്പോഴേക്കും വെടിവെക്കാനുള്ള സമയം കഴിയുമെന്നുള്ളത് വേറെ കാര്യം. 2018 നവംബർ മാസത്തിൽ മഹാരാഷ്ട്രയിലെ പരഗാഡ എന്ന സ്ഥലത്ത് 13 പേരെ കടിച്ചു കൊന്ന പെൺകടുവ, അതിനെ കൊല്ലാൻ മഹാരാഷ്ട്രയിലെ ചീഫ് വൈൽഡ് ലൈഫ് വാർഡന് ഉത്തരവിട്ടു. ഒരാളുടെ ശരീരത്തിന്റെ 60% കടുവ ഭക്ഷിച്ച നിലയിലാണ് കണ്ടെത്തിയത്. ദാരുണമായ ഭീതിതമായ ഒരു കാഴ്ചയായിരുന്നു അത്. ഇതേ തുടർന്നാണ് വൈൽഡ് ലൈഫ് വാർഡന് ഉത്തരവിട്ടത്. എന്നാൽ കടുവ നരഭോജിയായിരുന്നു എന്ന് തെളിയിക്കാൻ ഹൈക്കോടതിയിൽ വാർഡന് കഴിഞ്ഞില്ല. വാർഡന്റെ പേരിൽ വേട്ടക്കാരനെതിരായിട്ട് കേസ് എടുത്ത് വിചാരണ നടന്നു വരികയാണ്. ഇതാണ് ഇതിന്റെ യാഥാർത്ഥ്യം എന്ന് നമ്മൾ തിരിച്ചറിയണം. മേൽപ്പറഞ്ഞ നിയമങ്ങളെല്ലാം കേന്ദ്ര ഗവൺമെന്റിൻ്റെതാണ്. കേന്ദ്ര ഗവൺമെന്റിന്റെ ഈ നിയമം ഭേദഗതി ചെയ്യാതെ കാര്യങ്ങൾ നടക്കുകയില്ല. ആ നിയമം ഭേദഗതി ചെയ്യാൻ ഇതുവരെയും കേരളത്തിൽ നിന്ന് പോയ MP-മാർ കൂട്ടായി ഒരു പ്രശ്നം അവിടെ ഉന്നയിച്ചിട്ടില്ല. കേരളത്തിൽ ഇടയ്ക്ക് വന്നു പോകുന്ന രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ച് പാർലമെന്റിൽ ദേശീയ നേതാവാണ്. അദ്ദേഹം എഴുന്നേറ്റ് നിന്നാൽ ഏത് പ്രശ്നവും അവതരിപ്പിക്കാനുള്ള സമയം കിട്ടും. ആ രാഹുൽ ഗാന്ധി അവിടെ ഇതിനെതിരായിട്ട് ശബ്ദമുയർത്തുകയോ ഒരു ബില്ല് അവതരിപ്പിക്കാൻ ശ്രമിക്കുകയോ പ്രക്ഷോഭം നടത്തുകയോ ചെയ്യാതെ ഇപ്പൊ വീണ്ടും വന്ന് ഞാൻ ഇനിയും ശരിയാക്കും എന്ന് പറയുന്നതിന്റെ കാര്യങ്ങൾ നമ്മൾ അറിയേണ്ടതുണ്ട്. എന്താണ് യഥാർത്ഥ പ്രശ്നം? ഇത്തരത്തിലുള്ള നിയമങ്ങൾ ഉണ്ടാക്കിയ ഒട്ടേറെ രാജ്യങ്ങളുണ്ട്. ആ രാജ്യങ്ങൾ ആ നിയമങ്ങൾ ഉണ്ടാക്കിയപ്പോൾ ആ രാജ്യത്ത് ജീവിക്കുന്ന മനുഷ്യന്മാരുടെ കാര്യം കൂടി പരിഗണിച്ചാണ് നിയമം ഉണ്ടാക്കിയത്. ഇവിടെ കോൺഗ്രസ് ഗവൺമെന്റുകൾ ഇത്തരം നിയമങ്ങൾ ഉണ്ടാക്കിയപ്പോൾ ആ രാജ്യത്തെ മനുഷ്യന്മാരെ പരിഗണിച്ചില്ല എന്നുള്ളതാണ് യഥാർത്ഥ വസ്തുത. മറ്റു രാജ്യങ്ങളിൽ ചെയ്യുന്നത് ഒരു വനപ്രദേശത്ത് ഉൾക്കൊള്ളാൻ കഴിയുന്ന എണ്ണത്തിനപ്പുറം മൃഗങ്ങൾ വന്നാൽ സെൻസസിലൂടെ കണ്ടെത്തുകയും അവയെ നീക്കം ചെയ്യാൻ, കൊല്ലുവാൻ, കൊന്നു മാംസം വിൽക്കുവാൻ, ഖജനാവിലോട്ട് മുതൽ കൂട്ടുവാൻ ഉള്ള നിയമമുണ്ട്. അല്ലെങ്കിൽ അവിടെ നിന്ന് മാറ്റി പാർപ്പിക്കുവാൻ ഉള്ള നിയമങ്ങളുണ്ട്. അത്തരം നിയമങ്ങൾ കൂടി ചേർത്താണ് ആ നിയമം ഉണ്ടാക്കിയത്. പക്ഷെ ഇന്ത്യയിൽ വന്നപ്പോൾ അന്താരാഷ്ട്ര തലത്തിൽ പ്രവർത്തിക്കുന്ന ചില സംഘടനകളുടെയും പരിസ്ഥിതി സംഘടനകളുടെയും ഒത്താശയോട് കൂടി അവർ വെച്ച് നീട്ടുന്ന കോടിക്കണക്കിന് രൂപയുടെ കാർബൺ ഫണ്ടും മറ്റ് ആനുകൂല്യങ്ങളും ഒക്കെ വാങ്ങി ഈ നിയമം ധൃതിയിൽ നടപ്പാക്കാൻ ശ്രമിച്ചപ്പോൾ ഈ മനുഷ്യരെ ഇങ്ങനെ ബാധിക്കുമെന്ന് അന്ന് കോൺഗ്രസിലെ ഈ നിയമത്തിന്റെ പ്രണേതാക്കൾക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. അത് അവരുടെ പരിഗണനയിൽ വന്നില്ല. പിന്നീട് വന്ന ഗാഡ്ഗിൽ റിപ്പോർട്ടും കസ്തൂരിരംഗൻ റിപ്പോർട്ടിലും എല്ലാം ഇതേ പ്രശ്നങ്ങൾ വരാം. അപ്പോൾ അതുകൊണ്ട് UDF MP-മാർ ഇതിന് നിയമം മാറ്റുവാൻ തയ്യാറാകാത്തതാണ് യഥാർത്ഥ പ്രശ്നം. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് വേളയിൽ ഇതും പ്രധാന ചർച്ചാ വിഷയമാണ്. മറ്റൊന്ന് പ്രധാനമായിട്ടും ഇടുക്കിയിലെ ജനങ്ങൾ ചർച്ച ചെയ്യുന്നത് 2014 മുതൽ 19 വരെ ജോയ്സ് ജോർജ് ഇടുക്കിയിലെ MP ആയിരുന്നു. 2019 മുതൽ 24 വരെ ഇപ്പോഴത്തെ UDF-ന്റെ ഡീൻ കുര്യാക്കോസും MP ആയിരുന്നു. ഈ രണ്ടുപേരുടെ പ്രവർത്തനങ്ങൾ നേർക്ക് നേരെ ഇടുക്കി ജില്ലയിലെ ജനങ്ങൾ താരതമ്യം ചെയ്യുകയാണ്. ആ നേർക്ക് നേരെ താരതമ്യം ചെയ്യുന്ന രീതിയിലുള്ള പ്രചരണങ്ങൾ LDF ഏറ്റെടുത്തു വരികയാണ്. 2014-19 ജോയ്സ് ജോർജ് MP ആയിരിക്കുന്ന ഘട്ടം ഇടുക്കിയെ സംബന്ധിച്ചിടത്തോളം ഒരു MP-യുടെ സാന്നിധ്യം ഇടുക്കി ജില്ലയിലെ ജനങ്ങൾ അറിഞ്ഞ കാലഘട്ടമാണ്. ഇതിനു മുമ്പ് ഇടുക്കി ജില്ല UDF-ന്റെ നെടുങ്കോട്ടയാണ്. UDF ജയിക്കുമെന്ന് ഉറപ്പാണ്. അതുകൊണ്ട് പരദേശത്ത് നിന്ന് മറ്റ് ജില്ലകളിൽ നിന്ന് വരുന്ന നേതാക്കന്മാർക്ക് സുരക്ഷിതമായി വന്ന് ജയിച്ചു പോകാനുള്ള ഇടമായിരുന്നു. CS സ്റ്റീഫൻ ഉണ്ട്, PC ചാക്കോ ഉണ്ട്, പാലാ KM മാത്യു, PJ കുര്യൻ, ഇങ്ങനെയുള്ള MP-മാരെയെല്ലാം സഹിച്ച ഇടുക്കി ജില്ലയിലെ ജനങ്ങൾ ജോയ്സ് ജോർജ് എന്ന ഇടുക്കി ജില്ലക്കാരൻ ഈ പാർലമെന്റ് മണ്ഡലത്തിലെ പ്രതിനിധിയായിട്ട് വന്നപ്പോൾ ആ പാർലമെന്റ് മണ്ഡലത്തിന്റെ കീഴിലുള്ള 7 നിയോജക മണ്ഡലത്തിലും എറണാകുളം ജില്ലയിലുള്ള മൂവാറ്റുപുഴയും എറണാകുളവും
കോതമംഗലം ഉൾപ്പെടെയുള്ള 7 നിയോജക മണ്ഡലത്തിലും ഒരു MP-യുടെ സാന്നിധ്യം ഉണ്ടായി. 4750 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങളാണ് പല രീതിയിൽ ജോയിസ് ജോർജ് ഇവിടെ കൊണ്ടുവന്നത്. കേന്ദ്ര ഗവൺമെന്റിന്റെ റോഡ് വികസന ഫണ്ടും മറ്റെല്ലാ രീതിയിലുള്ള ഫണ്ടുകളും ഉപയോഗിച്ചു കൊണ്ടുവന്നു. പാർലമെന്റിൽ സജീവ സാന്നിധ്യമായിരുന്നു. എത്രയോ തവണ 290 തവണ പാർലമെന്റിൽ ചർച്ചകളിൽ പങ്കെടുത്തു. ഒട്ടേറെ സ്വകാര്യ ബില്ലുകൾ അവതരിപ്പിച്ചു. അങ്ങനെ പാർലമെന്റിൽ നിരന്തരം ഇടുക്കിയിലെ പ്രശ്നങ്ങൾ, കർഷകരുടെ പ്രശ്നങ്ങൾ, ദേശീയ പ്രശ്നങ്ങളൊക്കെ ഉന്നയിച്ചുകൊണ്ട് പ്രവർത്തിച്ച MP ആയിരുന്നു ജോയിസ് ജോർജ് എന്ന് കാണാൻ കഴിയും. പാർലമെന്റിലെ മികച്ച MP-മാരെ ഒരു ഏജൻസി തിരഞ്ഞെടുത്തപ്പോൾ ആ ഏറ്റവും മികച്ച 10 MP-മാരിൽ ഒരാള് ഈ ജോയിസ് ജോർജ് ആയിരുന്നു. ഇടുക്കി ജില്ലയെ ആകെ ഗ്രസിച്ച പ്രളയത്തിന്റെ നാളുകൾ, കൊറോണയുടെ നാളുകൾ, ഈ നാളുകളിൽ MP ആയിട്ട് കാറുകളിൽ വന്ന് ഇറങ്ങി രംഗനിരീക്ഷണം നടത്തുന്ന ഒരു MP ആയിരുന്നില്ല. ജനങ്ങളോടൊപ്പം തന്നെ റോഡിലെ മണ്ണ് നീക്കാനും കല്ല് നീക്കാനും വഴികളൊക്കെ നേരെയാക്കാനും പുനരധിവാസ ക്യാമ്പുകൾ സംഘടിപ്പിക്കുവാനും അവിടെ അവശ്യ സാധനങ്ങൾ എത്തിക്കുവാനും അവിടെ ഭക്ഷണം പാകം ചെയ്യുവാനും വിളമ്പുവാനും മറ്റ് വിഭവ സമാഹരണം നടത്താനും ഒക്കെ മുഴുവൻ സമയവും രാപകലില്ലാതെ കൈലിമുണ്ടുമെടുത്ത് നിന്ന് പ്രവർത്തിച്ച ജോയിസ് ജോർജാണ് ഇടുക്കി ജനങ്ങളുടെ മനസ്സിലുള്ളത്. മുൻകാല MP-മാരെ പോലെ ആയിരുന്നില്ല. ചെറുതോണി ഡാം തുറന്നു വിട്ടപ്പോൾ അഭൂതപൂർവമായ പ്രളയം, ചെറുതോണിയിലെ പാലം അത് നിറഞ്ഞു കവിഞ്ഞ് ദിവസങ്ങളോളം ഗതാഗതം തടസ്സപ്പെട്ടു. അന്ന് ഉരുത്തിരിഞ്ഞു വന്ന ഒരു ചർച്ചയാണ്, ഇനി ഇതുപോലൊരു പ്രളയം വന്നാൽ ഇടുക്കി ജില്ല വിഭജിക്കപ്പെടുന്ന രീതിയിൽ ചെറുതോണി പാലം തടസ്സമായി കൂടാ, അതുകൊണ്ട് ഇവിടെ പ്രളയത്തെ അതിജീവിക്കുന്ന ഒരു പാലം ഉണ്ടാകണം. ആ പാലത്തെ സംബന്ധിച്ച ചർച്ച ഉയർന്നപ്പോൾ ഒരു മാസത്തിനുള്ളിൽ, ശ്രദ്ധിക്കണം, ഒരു മാസത്തിനുള്ളിൽ കേന്ദ്ര മന്ത്രിസഭയെ കൊണ്ട് ഇത് അംഗീകരിപ്പിച്ചു. നിതിൻ ഗഡ്കരിയുമായിട്ട് ചർച്ച നടത്തി പ്രോജക്റ്റ് തയ്യാറാക്കി ചെറുതോണിയിൽ ഒരു പാലം പണിയുവാനുള്ള എല്ലാ സംവിധാനങ്ങളും അനുമതികളും വാങ്ങി. സാധാരണ പാലമല്ല, കാന്റിലിവർ സങ്കേതം ഉപയോഗിച്ചുള്ളൊരു പാലമാണ് രൂപകൽപ്പന ചെയ്തത്. കൽക്കത്തയിലെ ഹൗറ പാലം, ബ്രിട്ടീഷുകാരുടെ കാലത്ത് പണിത ഹൗറ പാലം ചിലരെങ്കിലും കണ്ടിട്ടുണ്ടാവും. ആ ഹൗറ പാലത്തിന്റെ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ടുള്ള കാന്റിലിവർ പാലമാണ് അന്ന് അനുമതി വാങ്ങി നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങാവുന്ന അവസ്ഥയിൽ എത്തിച്ചത്. അപ്പോഴേക്കും തെരഞ്ഞെടുപ്പ് വന്നു. അടുത്ത MP സ്വാഭാവികമായിട്ടും വിജയിച്ചു. പുതിയ MP കാന്റിലിവർ പാലത്തിന്റെ പ്രോജക്റ്റുകൾ ഉപേക്ഷിച്ചു, പുതിയ പ്രോജക്റ്റ് ഉണ്ടാക്കി. അങ്ങനെ ഒരു പാലം ഉണ്ടാക്കി, ഒരു സാധാരണ പാലം. ആ പാലത്തിന് ഒരു അസാധാരണത്വമുണ്ട്, ഒരു വളഞ്ഞ പാലാണ്. ആ വളഞ്ഞ പാലം അത് ചെറുതോണി ആറിൻ്റെ തീരം കയ്യേറി ഒരു ബഹുതല കെട്ടിടം വെച്ച കോൺഗ്രസ്സുകാരുടെ കെട്ടിടത്തിന് കുഴപ്പം വരാത്ത രീതിയിലൊരു പാലം. ഇപ്പോൾ കാന്റിലിവർ പ്രോജക്റ്റ് ആകെ അട്ടിമറിക്കപ്പെട്ടു. അന്ന് രൂപകൽപ്പന ചെയ്ത് പാലവും ആ പാലത്തോടനുബന്ധിച്ചുള്ള ഒരു ടൂറിസ്റ്റ് സങ്കേതമായിട്ട് ആ പ്രദേശം വികസിപ്പിക്കാൻ പറ്റുന്ന രീതിയിലുള്ള എല്ലാ ഒരു പാക്കേജായിട്ട് രൂപപ്പെട്ടത് അട്ടിമറിക്കുകയാണ് യഥാർത്ഥത്തിൽ ചെയ്തത്. ഈ 5 വർഷക്കാലം ഡീൻ കുര്യാക്കോസിന്റെ സാന്നിധ്യം ഇവിടെ ഉണ്ടായിട്ടേയില്ല. ദേശീയപാതയുടെ പുതിയ പ്രോജക്റ്റുകളൊന്നും ഏറ്റെടുത്തിട്ടില്ല, പുതിയ ഓഫീസുകൾ വന്നിട്ടില്ല. അതിനേക്കാൾ ഉപരിയായി ജില്ലയിലെ പ്രശ്നങ്ങളിലൊന്നും ഇടപെടാത്ത ഒരു MP. നിങ്ങളൊരു പക്ഷേ കേട്ടാൽ അത്ഭുതം തോന്നും. ജില്ലാ കളക്ടറോ മന്ത്രിയോ ഒക്കെ വിളിക്കുന്ന യോഗങ്ങൾ, കൊറോണയുടെ കാലത്ത് അല്ല അതുപോലുള്ള ഭീകരമായ അത്യാവശ്യമായ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുന്ന യോഗങ്ങളിൽ MP നേരിട്ട് പങ്കെടുക്കുന്നില്ല. പലപ്പോഴും ഏതെങ്കിലും പ്രാദേശിക കോൺഗ്രസ് നേതാവിനെ ഡെപ്യൂട്ടി ചെയ്ത് വിടുന്ന രീതിയാണ് ഉള്ളത്. ഏറ്റവും അവസാനമായിട്ട് നടന്നൊരു കോൺഫറൻസ് ശ്രദ്ധയിൽപ്പെടുത്താം. വന്യമൃഗ ആക്രമണവുമായി ബന്ധപ്പെട്ട് വിപുലമായ ഒരു ചർച്ചായോഗം ഇടുക്കിയിൽ ചേർന്നു. കളക്ടറേറ്റിൽ റോഷി അഗസ്റ്റിൻ മന്ത്രിയുടെയും വനംവകുപ്പ് മന്ത്രി ശശിധരൻ മന്ത്രിയുടെയും ഒക്കെ നേതൃത്വത്തിൽ MLA-മാരും ഉദ്യോഗസ്ഥ പ്രമുഖരും ഒക്കെ ചേർന്ന യോഗത്തിന് 3-4 മണിക്കൂറോളം നീണ്ടുന്ന യോഗമാണ്. ആ യോഗത്തിൽ MP പങ്കെടുത്തത് 10 മിനിറ്റാണ്. ഒപ്പിട്ടിട്ട് ധൃതിയായിരുന്നു പോകാൻ. ഇടുക്കിയിലെ ജനങ്ങളുടെ പ്രശ്നങ്ങളെക്കാളും എന്തോ വളരെ അത്യാവശ്യമായ പ്രശ്നം അദ്ദേഹത്തിന് വേറെ പലതുമായിരുന്നു. അങ്ങനെ ഇടുക്കിയിലെ ജനങ്ങളെ ആകെ ഒറ്റപ്പെടുത്തിയ ഒരു MP-യുടെ പ്രവർത്തനമാണ് ഇടുക്കി ജില്ലയിലെ ജനങ്ങൾക്ക് അനുഭവവേദ്യമായത്.
മാത്രമല്ല, ഇടുക്കി ജില്ലയിലെ ജനങ്ങളെ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ പാർലമെന്റിൽ ഉന്നയിക്കുവാനുള്ള ഒരു മനസാന്നിധ്യം പോലും അദ്ദേഹത്തിന് ഉണ്ടായില്ല. വന്യമൃഗ പ്രശ്നം, ഭൂപ്രശ്നം, ഇങ്ങനെ ഒട്ടേറെ പ്രശ്നങ്ങൾ പാർലമെന്റിൽ അവതരിപ്പിക്കാനുള്ള അവസരമാണ് നഷ്ടപ്പെടുത്തിയത്. ഒരു പത്രത്തിൽ വന്ന വാർത്ത ശരിയാണ് എങ്കിൽ അദ്ദേഹം പാർലമെന്റിൽ ഉന്നയിച്ച ഏറ്റവും പ്രധാനപ്പെട്ട സബ്മിഷൻ എന്ന് പറയുന്നത് പാർലമെന്റ് ക്യാൻറ്റീനിലെ മസാല ദോശ ലഭ്യമാക്കണമെന്ന സബ്മിഷൻ അവതരിപ്പിച്ചു എന്ന് പറയുന്നു. അതുകൊണ്ട് മതേതര മൂല്യങ്ങൾ സംരക്ഷിക്കാൻ, ഇടുക്കി ജില്ലയുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ, ഇടുക്കി ജില്ലയ്ക്ക് വേണ്ടി ശബ്ദിക്കുന്ന, ഇടുക്കി ജില്ലയുടെ സ്പന്ദനമാകാൻ കഴിയുന്ന ഒരു MP ആയിട്ട് ജോയ്സ് ജോർജ് ഉയർന്നു വരണം എന്ന ആഗ്രഹത്തോടു കൂടിയാണ് ജനങ്ങൾ ആവേശപൂർവ്വം പ്രവർത്തിക്കുന്നത്. ഒരു MP ആരാകണം എന്ന ചോദ്യത്തിന് ആ MP ജോയ്സ് ജോർജിനെ പോലെ ആകണം എന്ന് ഇടുക്കി ജില്ലയിലെ ജനങ്ങൾ മനസ്സിൽ കുറിച്ചിട്ട് കഴിഞ്ഞു. ആ രീതിയിലുള്ള പാർലമെന്റിൽ ഇടതുപക്ഷത്തിന്റെ സജീവ സാന്നിധ്യമാകാൻ, ഇടതുപക്ഷ ഗ്രൂപ്പിനോടൊപ്പം നിന്നുകൊണ്ട് ഇടുക്കി ജനങ്ങളുടെയും ദേശത്തിൻ്റെയും താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ കഴിയുന്ന ഒരു MP-യെ തിരഞ്ഞെടുക്കാനുള്ള പ്രവർത്തനങ്ങൾ, ആ പ്രവർത്തനങ്ങൾ കേരളത്തിലെ 20 MP-മാരെയും വിജയിപ്പിക്കാൻ നടക്കുന്ന പ്രവർത്തനം പോലെ ഇടുക്കി ജില്ലയിലെ ജനങ്ങൾ ഏറ്റെടുത്തിട്ടുണ്ട് എന്ന് ഈ പ്രഭാഷണത്തിന്റെ ഭാഗമായി അറിയിക്കുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. നിങ്ങളെ എല്ലാവരും എന്നെ ശ്രവിച്ചതിലുള്ള നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു.